അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ആയിരുന്നു. ഓക്കെ, 7th ക്ലാസ്സിലെ ഹിസ്റ്ററി 5ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പോൾ ലൈക്ക് ആസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി, കൾച്ചർ, സൊസൈറ്റി, അതൊരു ലൈക്ക് ഫിലോസഫി, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഡിവോഷണൽ പാത്ത് ടു ദ ഡിവൈൻ. ഓക്കെ, സോ ഡിവോഷണൽ പാത്ത് മീൻസ് ലൈക്ക് ദൈവത്തിലേക്കുള്ള ആ ഒരു പാത, ടു ദ ഡിവൈൻ. ഓക്കെ, സോ ദൈവത്തിലേക്കുള്ള ആ ഒരു പാത, അതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ ആ ഒരു ഡെപ്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ചാപ്റ്റർ, നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റം എമേർജ് ചെയ്തു എന്ന് പറയുന്നതാണ്. ഓക്കെ, വർണ്ണ സിസ്റ്റം എമേർജ് ചെയ്തു. അപ്പൊ ഈ വർണ്ണ സിസ്റ്റം വന്നതോട് കൂടിയിട്ട് there existed or there emerged a social classification, ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് റിച്വൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്ലാസ്, ദെൻ ലൈക്ക് റൂളിംഗ് ക്ലാസ്, ഓക്കെ, ദെൻ ലൈക്ക് മെർച്ചൻസ്, ആൻഡ് ഫൈനലി ടു ദ ബോട്ടം ദർ വർ ലൈക്ക് അഗ്രികൾച്ചർ, ഓക്കെ, ഓർ ലൈക്ക് ഫാമിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ, പെസൻസ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്തു, ആളുകൾ അസൈൻ ചെയ്യപ്പെടുകയും അക്കോർഡിംഗ്ലി ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ആസ് എ റിസൾട്ട് ഓഫ് ദ വർണ്ണ സിസ്റ്റം. അപ്പം ഈ റിച്വൽസ് പെർഫോം ചെയ്യുന്ന ദോസ് ഹു ആർ ക്ലോസ് ടു ദ ഗോഡ്, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, they mostly belong to the Brahmanical tradition. Okay, Brahmanical tradition. അതല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, ഓക്കെ, അതൊരു രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജാവ്, ഈവൻ ലൈക്ക് ഹയർ ഒഫീഷ്യൽസ്, ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ക്ഷത്രിയ കാറ്റഗറിയിലേക്കാണ്. ഓക്കെ, they belongs to the ക്ഷത്രിയ കാറ്റഗറീസ്. ദെൻ മെർച്ചൻസ്, കച്ചവടക്കാര്, ഓക്കെ, അങ്ങനെയുള്ള ആളുകളൊക്കെ they belongs to the വൈശ്യ കാറ്റഗറി. ആൻഡ് ഫൈനലി ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് മണ്ണിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ they belong to the ശൂദ്ര. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പതുക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എമേർജ് ചെയ്തു. ഓക്കെ, സോ ഈ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴൊക്കെ നമ്മുടെ സൊസൈറ്റി നോക്കുന്ന സമയത്തും ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ എത്ര തന്നെ റീഫോംസ് ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ചില കോർ വാല്യൂസ് ഉണ്ട്. പലപ്പോഴും ഈ കോർ വാല്യൂസിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റാറില്ല. റീഫോംസ് എന്ന് പറയുന്നത് പലപ്പോഴും പെരിഫറൽ ആയിട്ട് മാത്രമാണ് നടന്നു പോകാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു എൻറ്റയർ ഒരു ജേർണി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി സം സോഷ്യൽ റീഫോംസ്. വീണ്ടും സൊസൈറ്റി പഴയ പോലെ തന്നെയാവും, വീണ്ടും സോഷ്യൽ റീഫോംസ് വരും, വീണ്ടും സൊസൈറ്റി പഴയ പോലെ തന്നെയാവും. ഇങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു സോഷ്യൽ റീഫോംസ് ഒക്കെ വന്ന് നമ്മുടെ സൊസൈറ്റിയുടെ ടോപ്പിലേക്ക് വരും, വീണ്ടും എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഡിക്ലൈൻ. ആ ഒരു എൻറ്റയർ ഡിക്ലൈൻ, ഒരു മോറൽ ഡിക്ലൈൻ വരും, വീണ്ടും വി വിൽ ഗെറ്റ് ഇൻ ടു എ ന്യൂ ലൈക്ക് റിഫോമിസം ഓർ ലൈക്ക് റിവൈവലിസം, വീണ്ടും എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഡിക്ലൈൻ. അപ്പം ഇതിന് നമുക്ക് അറിയാവുന്ന ചില എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് നടക്കുന്നതിന്റെ പാരലൽ ആയിട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈവൻ ലൈക്ക് സതി പോലുള്ള പല അനാചാരങ്ങളെയും നമ്മൾ ആ കാലഘട്ടത്തിൽ രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് പേര് സോഷ്യൽ റീഫോംസും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സും ഇറ്റ് വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ്. അത് രണ്ടും ഒരുമിച്ചായിരുന്നു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനി അതിനു മുമ്പോട്ടേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലൈക്ക് ഒരു 10th to 17th സെഞ്ചുറി ഓർ ലൈക്ക് ഫ്രം 7th to 17th സെഞ്ചുറി എന്ന് തന്നെ നമുക്ക് പറയാം, ഡിഫറെന്റ് ഫേസിലായിട്ട് സൂഫി ആൻഡ് ഭക്തി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഭക്തി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എഴുത്തച്ഛൻ, മലയാളത്തിലെ ആദ്യ കാല മഹാകവികളിൽ ഒരാളായിട്ടുള്ള, ഓക്കെ, 3 കവികളായിരുന്നു ഉണ്ടായിരുന്നത്, എഴുത്തച്ഛൻ, അതുപോലെ കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഓക്കെ, ആദ്യകാല മഹാകവികളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഇതിലെ എഴുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ ഭക്തി കാവ്യങ്ങൾ എന്ന് പറയുന്നത് അത്രയും കാലം ധർമ്മച്യുതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധർമ്മത്തിൽ ജീവിച്ചിരുന്ന കേരളീയ സമൂഹത്തിന് ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു എന്ത്, അദ്ദേഹത്തിന്റെ ആധ്യാത്മിക രാമായണം, അതുപോലെ തന്നെ ലൈക്ക് മഹാഭാരതം. ഓക്കെ, അതായത് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്,
അപ്പൊ ഇതിലൂടെയൊക്കെ ഭക്തി മാർഗത്തിലൂടെ ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത്തരത്തിലുള്ള റീഫോംസ് ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ആവുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ റീഫോംസ് വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് കേരളത്തിന്റെ കേസ് മാത്രമാണ്. എന്നാൽ കേരളത്തിൽ മാത്രമായിരുന്നില്ല ഈ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് എൻറ്റയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ എൻറ്റയർ ഇന്ത്യയിലെ കേരളത്തിലുണ്ടായിരുന്ന ഒരു കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കർണാടകയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ബസവണ്ണ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുന്ന സമയത്ത് കബീർദാസ്, സൂർദാസ്, അങ്ങനെ മീരാബായ്, അങ്ങനെ ഒരുപാട് പേര് ദർ എക്സിസ്റ്റഡ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ബിറ്റ്വീൻ ദിസ് പീരിയഡ്. ഇനി 7ാമത്തെ സെഞ്ചുറിയിലേക്ക് പോവുകയാണെങ്കിൽ ദർ വർ ആദി ശങ്കരാചാര്യ. ഓക്കെ, ആദി ശങ്കരാചാര്യ ഉണ്ടായിരുന്നു. ഹി ആൾസോ ലെഡ് ദിസ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്. അപ്പൊ ആദി ശങ്കരാചാര്യയുടെ മുമ്പ് ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. ആദി ശങ്കരാചാര്യയുടെ കാലത്തിൽ അഗെയിൻ ദർ വാസ് എ റിവൈവലിസം. വീണ്ടും അത് ഡിക്ലൈൻ ചെയ്ത സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ പെർട്ടിക്കുലർ കേസ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഭക്തി മാർഗത്തിലൂടെ നമ്മളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുത്തച്ഛനൊക്കെ വരുന്നത്. വീണ്ടും നമ്മൾ താഴത്തേക്ക് പോയി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്. ഇപ്പൊ നിങ്ങൾ കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് നമ്മൾ പഠിക്കും. ഓക്കെ, ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതൊരു സൈക്ലിക്കൽ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ബാക്കോട്ടേക്ക് വീണ്ടും പോകുന്ന സമയത്ത് വി ക്യാൻ ഫൈൻഡ് ദി അതർ ഡിഫറെന്റ് ആയിട്ടുള്ള എമർജൻസ് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഒരു എൻറ്റയർ സൊസൈറ്റിയെ പറ്റിയിട്ട് ഈ ഒരു ഐഡിയ നിങ്ങൾ ബിൽഡ് ചെയ്ത് വെക്കാം. അതായത് ഒരു വാക്സിങ് ആൻഡ് വെയിനിങ് ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റാർട്ടിങ്. ഓക്കെ, നമ്മുടെ ഈ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ് എമേർജ് ചെയ്യാണ്. അങ്ങനെ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ് എമേർജ് ചെയ്തു. സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹയർ സ്റ്റാറ്റസ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രാഹ്മണാസ് ആയിരുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേ ഗോട്ട് ദ ഫ്രീ ലാൻഡ് ഗ്രാൻഡ്സ്. അവർക്ക് ഫ്രീ ആയിട്ടുള്ള ലാൻഡ് ഗ്രാൻഡ്സ് റൂളിംഗ് ക്ലാസിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രഹ്മദയ, ഓക്കെ, ദെൻ ദേവദാന, ബ്രഹ്മദാന, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓണർഷിപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാൻഡ് ഗ്രാൻഡ്സ് മാത്രമായിരുന്നില്ല, അതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈക്ക് ഗിഫ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റൂളിംഗ് ക്ലാസ് ദേ ആക്റ്റഡ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻസ് ഓഫ് ദ ബ്രാഹ്മണിക്കൽ ക്ലാസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഇവരോടൊരു അമർഷം തോന്നി തുടങ്ങും. അത് മാത്രമല്ല, ഈ ഒരു വർണ്ണ സിസ്റ്റം ആദ്യം ഒരു ജോബിന്റെ ബേസിലുള്ള ഡിവിഷൻ ആയിരുന്നു. പിന്നീട് അത് സ്ട്രോങ് ആയതിനനുസരിച്ചിട്ട് ഇവരുടെ ആധിപത്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യമായിരുന്നു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ അൺടച്ചബിലിറ്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിലപ്പം ഈ റീസെന്റ് ഇപ്പം വേടന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ ക്ലാസ് ഓഫ് ആൾക്കാരും മറ്റുള്ളവരിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കണം എന്നുള്ളത്. അതായത് ബ്രാഹ്മണന്മാരുടെ അടുത്ത് നിന്ന് ഏകദേശം 16 അടി മാറിയിട്ട് ലൈക്ക് നായന്മാർ നിൽക്കണം, നായന്മാരുടെ അടുത്ത് നിന്ന് ഏകദേശം ലൈക്ക് 16 അടിയോ അത്ര അങ്ങോട്ട് മാറിയിട്ട് പുലയന്മാര്, അവിടുന്ന് 16 അടി മാറിക്കൊണ്ട് 16 അടിയോ അങ്ങനെ ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ് പറയന്മാര്. അപ്പൊ ഇങ്ങനെ നിൽക്കണം എന്നുള്ള ആ ഒരു സിസ്റ്റം ഒക്കെ പിന്നെയാണ് എമേർജ് ചെയ്യുന്നത്. അതായത് തങ്ങളുടെ സുപ്പീരിയോറിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള എന്താ പറയാ ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇതേ സാധനം തന്നെയായിരുന്നു ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്ന സമയത്ത്, ഞങ്ങൾ സുപ്പീരിയർ ആണ്, ഇന്ത്യക്കാരൊക്കെ ഇൻഫീരിയർ ആണ്, അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം, യു ഹാവ് ടു ആക്സെപ്റ്റ് അവർ ഓതോറിറ്റി, ഞങ്ങളുടെ ഭരണത്തിനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ സെയിം കൊളോണിയൽ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ക്രിയേറ്റ് ചെയ്തത് അവരുടെ സുപ്പീരിയോറിറ്റി. ബ്രിട്ടീഷേഴ്സ് ആർ ലൈക്ക് സുപ്പീരിയർ എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അപ്പം എല്ലാവരുടെയും ഒരു ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു ഡെവിലിഷ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയുടെ റിസൾട്ട് തന്നെയായിരുന്നു ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ബ്രാഹ്മണന്മാര് ഇങ്ങനെ തങ്ങളെ മാറ്റി നിർത്തുന്നതിൽ നായന്മാർക്ക് എന്തുണ്ട്, അതൃപ്തിയുണ്ട്. പക്ഷെ ഈ നായന്മാർ എന്ത് ചെയ്യും, പുലയന്മാരെ മാറ്റി നിർത്തും. ഓക്കെ, പുലയന്മാര് നായന്മാരും ബ്രാഹ്മണന്മാരും തങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതിൽ ഇവർക്ക് അമർഷമുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും, പറയന്മാരെ അങ്ങനെ മാറ്റി നിർത്തും. അതായത് തങ്ങളോട് ഇതുപോലെ അനീതി കാണിക്കുന്നതിൽ അമർഷമുണ്ട്, പക്ഷെ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കുള്ളത് അത് കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലെ കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ അന്നത്തെ കാലത്ത് അത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ടുള്ളത്. ദ കേസ് വാസ് സെയിം വെൻ വി കൺസിഡർ ദ ഹോൾ ഇന്ത്യ. ഓക്കെ, ദ ഹോൾ ഇന്ത്യ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എൻറ്റയർ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒരു അൺടച്ചബിലിറ്റി, ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ്, ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചില പുതിയ കാര്യങ്ങൾ എമേർജ് ചെയ്തു. അങ്ങനെ എമേർജ് ചെയ്തിട്ടുള്ള ഇതിനെ നമ്മൾ ഓർത്തഡോക്സ് എന്ന് പറയും. ഓക്കെ, അന്ന് വരെ നിലനിന്നിട്ടുണ്ടായിരുന്ന
ആ ഒരു ഓർത്തഡോക്സ്. ഓക്കെ, സോ ഓർത്തഡോക്സിന്റെ മലയാളം നമ്മൾ എന്താ പറയാ? ആ ഒരു റീഫോംസ് വരാത്ത, മറ്റതിന് നമ്മൾ ലൈക്ക് മോഡേൺ എന്ന് പറയും. ഓർത്തഡോക്സിന്റെ മലയാളം എന്താ പറയാറ്? എനി ഐഡിയ? യാഥാസ്ഥികരെന്നാണോ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, യാഥാസ്ഥികർ. ഓക്കെ, അതായത് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പിന്തുടർന്ന് പോകുന്ന ആൾക്കാർ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിന്റെ ലോജിക്കൽ അല്ലെങ്കിൽ അതൊരു ഹ്യൂമാനിസ്റ്റിക് സൈഡ് ഒന്നും ചിന്തിക്കാതെ അതേ കാര്യങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർത്തഡോക്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ യാഥാസ്ഥികരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹെറ്ററോഡോക്സ് ആയിട്ടുള്ള, ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഹെറ്ററോഡോക്സ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യണം? എമേർജ് ചെയ്യണം. അങ്ങനെ BC കാലഘട്ടത്തിൽ തന്നെ എമേർജ് ചെയ്തതായിരുന്നു ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസം ആൻഡ് ജൈനിസം. അവർ ഈ ബ്രാഹ്മണിക്കൽ സുപ്രീമസി, അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ സുപ്രീമസിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് റിച്വൽസ് ആണ്. ഓക്കെ, ഈ റിച്വൽസ് പെർഫോം ചെയ്യാൻ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ സുപ്പീരിയർ ആവുന്നത്. അപ്പം ഈ ബുദ്ധിസം ജൈനിസം ആദ്യം തന്നെ ചെയ്തത് എന്തായിരുന്നു? ദേ നെഗേറ്റഡ് ഓർ ദേ റിജക്റ്റഡ് ദ റിച്വൽസ്. റിച്വൽസ് ഒന്നും വേണ്ട എന്നുള്ളതിനെ അത് ആദ്യം തന്നെ അവരങ്ങ് റിജക്ട് ചെയ്തു. സോ ഇറ്റ് വാസ് ആക്ച്വലി എ ബ്ലോ ടു ദി സുപ്പീരിയോറിറ്റി ഓഫ് ദി ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ. അപ്പം അത് ഈ ബ്രാഹ്മണിസത്തിനുള്ള ഒരു വലിയ തിരിച്ചടിയായിരുന്നു. എന്തെന്ന് പറയുന്നത്? ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ റിച്വൽസിനെ നെഗേറ്റ് ചെയ്തത്. ഓക്കെ, സോ അന്നത്തെ കാലഘട്ടത്തിൽ BC-യിൽ ഇത്തരത്തിൽ ബ്രാഹ്മണിക്കൽ സുപ്രീമസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉയർന്നു വന്നതായിരുന്നു ബുദ്ധിസം ആൻഡ് ജൈനിസം. പക്ഷേ കുറെ കാലം കഴിഞ്ഞു, ഗുപ്തന്മാരുടെ കാലഘട്ടമൊക്കെ ആയതോട് കൂടിയിട്ട് പതുക്കെ പതുക്കെ ഈ കാസ്റ്റ് സിസ്റ്റം ബുദ്ധിസത്തിലേക്കും ജൈനിസത്തിലേക്കും വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ആദ്യകാലങ്ങളിൽ എല്ലാം വിട്ട് അതായത് സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ ഭിക്ഷയെടുത്ത് ബുദ്ധ ഭിക്ഷുക്കൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന ബുദ്ധന്മാരും ജൈനന്മാരും പിന്നീട് രാജാക്കന്മാർ നൽകുന്ന സുഖ സൗകര്യങ്ങൾ ഏറ്റെടുത്തു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? രാജസദസ്സിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു സുഖലോലുപതയിലേക്ക് അവർ പതുക്കെ മാറി. അതോട് കൂടിയിട്ട് there happened the decline of the Buddhism and Jainism. അപ്പൊ ഒരു കാലഘട്ടത്തില് ഹിന്ദുയിസത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ത്യയിലെ ബുദ്ധിസത്തിനും ജൈനിസത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും എന്ത് ചെയ്തു? ബുദ്ധിസം ഡിക്ലൈൻ ചെയ്തു ആൻഡ് അഗെയിൻ ദ ഹിന്ദുയിസം എമേർജ്ഡ്. ഓക്കെ, ഹിന്ദുയിസം വീണ്ടും എമേർജ് ചെയ്തു ആൻഡ് അഗെയിൻ ദ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. വീണ്ടും ഇതേ സെയിം സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്സിങ് ആൻഡ് വെയിനിങ്. എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബുദ്ധിസം എമേർജ് ചെയ്തു. എന്നാൽ ബുദ്ധിസം ഇങ്ങനെ ഡിക്ലൈൻ ചെയ്തു വീണ്ടും ഈ പഴയ ബ്രാഹ്മണിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം വീണ്ടും എന്ത് ചെയ്തു? വന്നു. ഇവിടെ കാസ്റ്റ് സിസ്റ്റം വന്നു. ഇവിടെ ബുദ്ധിസം ആൻഡ് ജൈനിസം വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു റീഫോം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഡിക്ലൈൻ ആയിട്ട് പോയി. ഓക്കെ, അങ്ങനെ ഇത് ഡിക്ലൈൻ ആയിട്ട് പോയി. നമ്മൾ സൗത്ത് ഇന്ത്യയുടെ കേസ് എടുക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിലെ പല രാജാക്കന്മാരും ബുദ്ധന്മാർക്ക് ഭയങ്കര സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പൊന്നിയിൻ സെൽവനൊക്കെ കാണുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ബുദ്ധ ഭിക്ഷുക്കൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പലപ്പോഴും അശോകന്റെ ഒക്കെ മെസ്സഞ്ചേഴ്സ് ആയിട്ടായിരുന്നു ഇവർ സൗത്ത് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണന്മാരെ കൺസിഡർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോട് കൂടിയിട്ട് ബുദ്ധന്മാരെ അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷുക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന റെപ്രസെന്റേറ്റീവ്സിനൊക്കെ ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു റിലീജിയൻസിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാർക്കും അതുപോലെ ബാക്കിയുള്ള ആളുകൾക്കും ഇവരോട് ഒരു വിരോധം തോന്നുന്നതിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് എൻറ്റയർ ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഹസ്ന മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി സർ. ഓക്കെ, അനഘ മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, സോ ഇനിയാണ് ആക്ച്വലി നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. 2021 ആൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയിട്ടുള്ള ആളായിരുന്നു ശ്രുതി ശർമ്മ. അപ്പോൾ അവരുടെ ഒരു ആൻസർ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ രണ്ടാമത്തെ ഒരു ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ മറ്റൊരു ആൻസർ ആണ് ഇത്. ചോദ്യം ഇതാണ്: ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് എ ബോഡി ഓഫ് ഡിവോഷണൽ ലിറ്ററേച്ചർ ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് is as significant as its liberal social religious teachings that had a moderating influence on the medieval history. So this was a question. Okay, 2021 അവർ എഴുതിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. The same way you can see that same question. Okay, 2021 UPSCയുടെ മെയിൻസ് എക്സാമിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ you can find the same question over here. Okay, mostly the similar. Evaluate the nature of the Bhakti literature and its contribution to the Indian culture. Okay, Bhakti literature കുറിച്ചും അതിന് ഇന്ത്യൻ കൾച്ചറിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിറ്ററേച്ചർ ആണ്. അപ്പൊ ആ ലിറ്ററേച്ചറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് യു ഹാവ് ടു കൺസിഡർ ഇറ്റ്സ് ലിബറൽ, സോഷ്യൽ, എക്കണോമിക്. ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ എന്ത് ചെയ്യണം? യു ഹാവ് ടു കൺസിഡർ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ. So as you can see here also it's about the Bhakti movement.
ഓക്കെ, ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ബോഡി ഓഫ് ദിസ് ഡിവോഷണൽ ലിറ്ററേച്ചർ ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്, ലിബറൽ സോഷ്യൽ റിലീജിയസ് ടീച്ചിങ്സ്. ഇതാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഇതുപോലെ സിഗ്നിഫിക്കന്റ് ആയിട്ട് UPSC ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ UPSC ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. ഓക്കെ, അത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സുപ്പീരിയോറിറ്റി, ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റി നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതൊക്കെ BC കാലഘട്ടമാണ്. ഓക്കെ, BC ടു ലൈക്ക് 300 AD വരെയുള്ള കാലഘട്ടമാണ്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഒരു 7th സെഞ്ചുറി ആവുകയാണ്. ഓക്കെ, ഈ 7th സെഞ്ചുറി ആയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു റിലീജിയനിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചു. ഓക്കെ, ഹിന്ദു റിലീജിയനിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചു. ഇതിന്റെ അടുത്ത് കൂടുതലായിട്ട് ഈ ബ്രാഹ്മണിസം വളരെ സ്ട്രോങ് ആയതോട് കൂടിയിട്ട് ഈ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകൾ മതത്തിനെ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റിമറിച്ചു. ഈ സനാതന ധർമ്മം എന്നുള്ളതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ട്, അതായത് അവരുടെ പദവി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ തങ്ങളുടെ പദവി ഒരാൾ ചോദ്യം ചെയ്യാതെ നിൽക്കണം, തങ്ങളാണ് സുപ്പീരിയർ എന്നുള്ള രൂപത്തിലേക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ലൈക്ക് നമ്മുടെ മനുസ്മൃതിയിൽ വരുന്ന ലൈക്ക് ഒരു അവിടെ ലൈക്ക് ഈ ഒരു കാസ്റ്റിന്റെ ഒറിജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ശിരസിൽ നിന്നാണ് ബ്രാഹ്മണന്മാരുണ്ടാവുന്നത്, നെഞ്ചിൽ നിന്നാണ് ക്ഷത്രിയന്മാരുണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ കാലിൽ നിന്നാണ് ശൂദ്രന്മാരുണ്ടാവുന്നത് എന്നുള്ള രൂപത്തിൽ. ഓക്കെ, സോ ഇങ്ങനെ ആ ഒരു ഒറിജിൻ വരുന്ന സമയത്ത്, അതായത് ഭഗവാന്റെ ശിരസിനോട് ഉപമിച്ചിട്ടാണ് ബ്രാഹ്മണന്മാരെ വെക്കുന്നത്, നെഞ്ചിനോട് ഉപമിച്ചിട്ടാണ് ക്ഷത്രിയന്മാരെ വെക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു, ദേ എസ്റ്റാബ്ലിഷ്ഡ് ദെയർ സുപ്പീരിയോറിറ്റി. ഇത് ബാക്കിയുള്ള ജനങ്ങളുടെ ഇടയിൽ ഇറ്റ് ക്രിയേറ്റഡ് എ റിസെന്റ്മെന്റ്, അവർക്കൊരു അമർഷം ഉണ്ടാക്കി. അപ്പൊ അതോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഹിന്ദു റിലീജിയന്റെ ഡിക്ലൈൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഹിന്ദു റിലീജിയൻ ഹാസ് ഡിക്ലൈൻഡ്, ഇറ്റ്സ് ആക്സെപ്റ്റൻസ് എമംഗ് ദ പബ്ലിക് ലോസ്റ്റ്. ഓക്കെ, ഇറ്റ് ലോസ്റ്റ് ദ ആക്സെപ്റ്റൻസ് എമംഗ് ദ പബ്ലിക്. ഈ ഒരു സമയത്താണ് 7th സെഞ്ചുറിയിൽ ഹിന്ദു റിലീജിയനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ രണ്ട് വേർഡുകൾ നിങ്ങൾ ഓഫൺ ഇനി കേൾക്കാൻ പോകുന്നുണ്ട്. ഒന്ന് റിവൈവ് ആൻഡ് ദ അതർ ഇസ് റീഫോം. ഓക്കെ, റിവൈവ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് പണ്ടുണ്ടായിരുന്ന ഒരു സാധനത്തിനെ പുതിയ ലൈക്ക് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, പണ്ടുണ്ടായിരുന്നതായിരുന്നു, പണ്ടത് നല്ലതായിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, അത് നശിച്ചു പോയി. അപ്പം ആ പഴയ നല്ലതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് റിവൈവൽ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ടുള്ളതിനെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു, അതാണ് റിവൈവൽ. റീഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടുള്ളതോ ഇപ്പൊ ഉള്ളതോ ആയിക്കോട്ടെ, പക്ഷെ അതിനെ മാറ്റിയിട്ട് പുതിയ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ദിസ് ഈസ് ഓൾഡ്, ദിസ് ഈസ് റീഫോമിങ് ഇറ്റ് ഇൻ ടു ന്യൂ. ഒരു പുതിയൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു ദ സോഷ്യൽ ഡിമാൻഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അതിനെ റീഫോം ചെയ്യുന്നു. ഓക്കെ, റീഫോം ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു പുതിയ ഫോമിലേക്ക്, റീഫോം ഒരു പുതിയ ഫോമിലേക്കാണ്. റിവൈവൽ എന്ന് പറയുന്ന സമയത്ത് ഉള്ളതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ദ ഓൾഡ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പൊ ശങ്കരാചാര്യ അല്ലെങ്കിൽ ആദി ശങ്കരാചാര്യ, ഓക്കെ, സോ ശ്രീ ആദി ശങ്കരാചാര്യ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവൈവ്ഡ് ഹിന്ദുയിസത്തിനെ റിവൈവ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ആ പഴയ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, സനാതന ധർമ്മം ഇതിനെ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മഠങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 4 മഠങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള മഠങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട 4 മഠങ്ങൾ മാത്രം, അതിന്റെ ലൊക്കേഷൻ അടക്കം യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നത് ബദ്രിനാഥ് ആണ്. ഓക്കെ, ബദ്രിനാഥ്. ഓക്കെ, ബദ്രിനാഥ് ഏത് സംസ്ഥാനത്താണ് വരുന്നത്? ഇനി ഐഡിയ? ഉത്തരാഖണ്ഡ് ആണോ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് എന്ത് വരുന്നത്? ബദ്രിനാഥ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നോർത്ത് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് ജഗന്നാഥപുരി. ഓക്കെ, ജഗന്നാഥപുരി, ചിലപ്പോൾ നിങ്ങൾ പൂരി ടെമ്പിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ജഗന്നാഥപുരി ടെമ്പിൾ. ഓക്കെ, സോ ജഗന്നാഥപുരി എന്ന് പറയുന്നത് ഇത് എവിടെയാണ് വരുന്നത്? ഒഡീഷ. യെസ്, എക്സാക്ട്ലി, ഒഡീഷയാണ് വരുന്നത്. ദെൻ ഫൈനലി ദ നെക്സ്റ്റ് ഇസ് ദ്വാരക. ഓക്കെ, ദ്വാരക വരുന്നുണ്ട്. സോ ദ്വാരക എവിടെയാണ് വരുന്നത്? ഗുജറാത്ത് അല്ലേ? യെസ്, എക്സാക്ട്ലി. ആൻഡ് ഫൈനലി സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ശൃംഗേരി.
ഓക്കെ, ശൃംഗേരി എവിടെയാണ് വരുന്നത്? ഇനി ഐഡിയ? ഇറ്റ്സ് ഇൻ കർണാടക. ഓക്കെ, സോ ഈ 4 ലൊക്കേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. പ്രധാനപ്പെട്ട 4 മഠങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ 4 ഭാഗത്തായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. ബദ്രിനാഥിൻ ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ദെൻ ജഗന്നാഥപുരി ഇൻ ഒഡീസ വരുന്നുണ്ട്, ദ്വാരക ഇൻ ഗുജറാത്ത് വരുന്നുണ്ട്, ആൻഡ് ഫൈനലി ശൃംഗേരി ഇൻ കർണാടക വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഈ 4 മഠങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അപ്പം ഈ ആദി ശങ്കരാചാര്യരുടെ ഈ മഠം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു റീഫോം മൂവ്മെന്റിനൊക്കെ ലൈക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു പൃഥ്വിരാജും അതുപോലെ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുള്ള മുരളി ഗോപി ഒരു വില്ലനൊക്കെ ആയിട്ട് വരുന്ന ടിയാൻ. ഓക്കെ, ടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതില് ഇത്തരത്തിലുള്ള ഒരു മഠത്തിന്റെ കാവലാളായിട്ടായിരുന്നു ആര് ഉണ്ടായിരുന്നത്? ഇന്ദ്രജിത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ആദി ശങ്കരാചാര്യരുടെ ആ ഒരു പിൻതലമുറ. അതുകൊണ്ടാണ് ആ ഒരു ഏരിയയില്, ഓക്കെ, ബീഹാറിൽ എങ്ങാണ്ടാണ് ആ കഥ നടക്കുന്നത്. അപ്പൊ ബീഹാറില് അവിടെ ഒരു മലയാളി എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദി ശങ്കരാചാര്യരുടെ പരമ്പരയിൽ വരുന്ന ഒരാളായിരുന്നു ആര്? ഇന്ദ്രജിത്ത്. അപ്പൊ അതുകൊണ്ടാണ് ആ മഠത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ആദി ശങ്കരാചാര്യരുടെ പഠനങ്ങളെ അല്ലെങ്കിൽ ആദി ശങ്കരാചാര്യരുടെ ആ ഒരു ഐഡിയോളജീസ് വരും തലമുറകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നെന്ന് മാത്രം. അപ്പം ഇങ്ങനെ ആദി ശങ്കരാചാര്യർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് ലൈക്ക് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ മഠങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് ഒരു റിവൈവലിസത്തിന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു റിവൈവലിസം ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളുടെ ഉള്ളിൽ ഭക്തി വളർത്തണം. ഓക്കെ, സോ ജനങ്ങളുടെ ഇടയിൽ ഭക്തി വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. അപ്പം എന്തുകൊണ്ട് ഭക്തി ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെ പലരും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല തെറ്റുകളും ചെയ്യാത്തതിന്റെ റീസൺ ചിലപ്പം ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ലോ. ഓക്കെ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിയമം നമ്മളെ ശിക്ഷിക്കും അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ എന്താ കുറ്റവാളികളാവും എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടായിരിക്കും. ആൻഡ് ദർ ഇസ് വൺ മോർ ഫാക്ടർ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ദ ഗോഡ്. ഓക്കെ, ഫിയർ ഓഫ് ഗോഡ്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ സോഷ്യൽ റീഫോം. ഓക്കെ, ഒരു സോഷ്യൽ റീഫോം മെഷറും കൂടിയാണ് എന്ത്? ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ദൈവഭയം ഉണ്ടാകുന്ന സമയത്ത് വി വിൽ ബിക്കം ജെന്റിൽമാൻ. ഓക്കെ, നമ്മൾ കുറെ കൂടെ എന്ത് ചെയ്യും? വി വിൽ ബിക്കം ജെന്റിൽ. അപ്പൊ ഈ ഒരു ഫിയർ ഓഫ് ഗോഡ് ജനങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ ഭക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള എഫേർട്സ് കാരണമായിട്ടുണ്ട്. ദാറ്റ് ലെഡ് ടു ദ റിവൈവൽ ഓഫ് ദി റിലീജിയൻ ദാറ്റ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ സൗത്ത് ഇന്ത്യയില് ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദി ശങ്കരാചാര്യാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു എഫേർട്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി ഈ പറയുന്ന മൂവ്മെന്റ്സ്, ഓക്കെ, ഈ പറയുന്ന ഭക്തി മൂവ്മെന്റ്സ് അത് ജസ്റ്റ് ഹിന്ദു റിലീജിയനിൽ മാത്രമായിട്ടല്ല ഉണ്ടായിരുന്നത്. ഓക്കെ, ബാക്കി റിലീജിയൻസ് ആയിട്ടുള്ള മേജർലി ലൈക്ക് പിന്നെയുള്ള റിലീജിയൻ എന്ന് പറയുന്നത് മുസ്ലിം റിലീജിയൻ ആണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് റിലീജിയൻ അല്ലെങ്കിൽ മുസ്ലിം റിലീജിയനിൽ എന്തുണ്ടായിരുന്നു? ലൈക്ക് മുസ്ലിംസ് എന്ന് പറയുന്നത് ലൈക്ക് ഹു ഇസ് ഫോളോയിങ് ഇസ്ലാം. അപ്പം ഇവരുടെ ഇടയിലും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് വരുന്ന റിഫോം മൂവ്മെന്റ്സിനാണ് നമ്മൾ സൂഫി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ഇതിന് പാരലൽ ആയിട്ട് ഇതും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. സോ അഗെയിൻ വി ആർ ഡിസ്കസിങ് ദ ഭക്തി മൂവ്മെന്റ്. ഓക്കെ, സോ ഭക്തി മൂവ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഭക്തി മൂവ്മെന്റ് സ്ട്രോങ് ആയിട്ട് മാറാനുള്ള അതർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് വാസ് ദി എഫേർട്ട് ഓഫ് ദി ആദി ശങ്കരാചാര്യ ആൻഡ് ഹിസ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്. റിവൈവലിസ്റ്റ് മൂവ്മെന്റ്, ആദി ശങ്കരാചാര്യരും അദ്ദേഹത്തിന്റെ റിവൈവലിസ്റ്റ് മൂവ്മെന്റും ദാറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. Then the second thing, okay, then the second thing is the rise of the Vaishyas. Rise of Vaishyas. അപ്പൊ ഈ വൈശ്യാസ് എന്ന് പറയുന്നത് മെർച്ചൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കച്ചവടക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമ്പത്ത് അല്ലെങ്കിൽ ധനം, ഓക്കെ, സമ്പത്ത് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ അസറ്റ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇവരുടെ കയ്യിലായിരിക്കും. ഓക്കെ, ഇവരാണ് ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ. ബ്രാഹ്മണന്മാര് ടാക്സ് അടയ്ക്കുന്നില്ല, ക്ഷത്രിയാസ് ടാക്സ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ മേജർലി ഒരു ടാക്സ് വരുന്നത് വൈശ്യാസിന്റെ അടുത്തു നിന്നാണ്. അപ്പൊ വൈശ്യാസ് സമ്പത്തിലൊക്കെ എന്ത് ചെയ്തു? ദേ ബിക്കം മോർ പവർഫുൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ട് തങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസും ഇൻക്രീസ് ചെയ്യണം എന്ന് അവർക്ക് തോന്നി. ഓക്കെ, പക്ഷേ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന കാസ്റ്റ് സിസ്റ്റം കാരണം അത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തിനെ മാറ്റണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വൈശ്യാസിന്റെ എമർജൻസും ഇറ്റ് ലെഡ് ടു ദി ഭക്തി മൂവ്മെന്റ്. ഓക്കെ, ഭക്തി മൂവ്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനടുത്തത് ഈ ബ്രാഹ്മണന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ഓതോറിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ റിച്വൽസ് വേണം. ഓക്കെ, കാരണം ഈ റിച്വൽസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാർ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ
ഒരു ഓതോറിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്ന ഓരോ ബ്രാഹ്മണിക്ക് ലൈക്ക് ജനറേഷൻസ് കഴിയുമ്പോഴും അവർ പുതിയ പുതിയ പല റിച്വൽസും കൊണ്ടുവന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും റിച്വൽസ് എന്നുള്ള രൂപത്തിലേക്ക് സൊസൈറ്റി മാറി. അതോട് കൂടിയിട്ട് ഹിന്ദു റിലീജിയൻ ഇറ്റ് ബിക്കം വെരി കോംപ്ലക്സ്. ഓക്കെ, ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക്, ലൈക്ക് കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് 7 വയസ്സ്, ലൈക്ക് 7 ദിവസമാകുമ്പോൾ 28 ഇങ്ങനെ ഓരോ സമയത്തും ഒരാൾ അയാളുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും എന്തെങ്കിലും റിച്വൽ ചെയ്തിട്ട് മാത്രമേ അതിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്തരത്തില് ഒരു റിലീജിയനെ ഭയങ്കര കോംപ്ലക്സ് ആക്കിയിട്ട് മാറ്റി. ഓക്കെ, ദ റിലീജിയൻ ബിക്കം സോ കോംപ്ലക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ദേ റിക്വയർഡ് സംതിങ് സിമ്പിൾ. ഓക്കെ, ദൈവം വേണം, ദൈവമായിട്ട് ലൈക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം? വി വാണ്ട് ടു വേർഷിപ്പ് ഗോഡ്. അപ്പൊ ഈ ദൈവത്തിന്റെയും ലൈക്ക് ഗോഡിന്റെയും ജനങ്ങളുടെ ഇടയിൽ ദർ ഇസ് എ മിഡിൽ മാൻ ആൻഡ് ഹി ഈസ് പെർഫോമിങ് എവറിഥിങ് ഇൻ ഓർഡർ ടു കണക്ട് ദിസ് ഗോഡ് വിത്ത് ദ മെൻ. ഈ ഒരു മിഡിൽ മാനും അവരുടെ ആക്ടിവിറ്റിയും ഇറ്റ് ക്രിയേറ്റഡ് റിസന്റ്മെന്റ്. അപ്പൊ അതിന് പകരമായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം വേണം എന്നുള്ളത് എന്ത് ചെയ്തു? അവർക്ക് തോന്നി. ഓക്കെ, ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. പിന്നെ അത് മാത്രമല്ല, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സോഷ്യൽ സിസ്റ്റം, ഓക്കെ, അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം ഇറ്റ് വാസ് ലൈക്ക് സോ വേഴ്സ്. ഓക്കെ, വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു അന്നത്തെ സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നത്. വളരെയധികം അധപതിച്ചിട്ടുണ്ടായിരുന്നു. ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളൊന്നും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പം അതും എന്തിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്? എമർജൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ലൈക്ക് പൂന്താനത്തിന്റെയും അതുപോലെ ലൈക്ക് എഴുത്തച്ഛന്റെയും ഒക്കെ കൃതികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, അതുപോലെ കുഞ്ചൻ നമ്പ്യാരൊക്കെ വളരെ എന്താ പറയാ നിശിതമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിമർശിച്ചതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അന്നുണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന ദേവദാസി സിസ്റ്റം, ഓക്കെ, അതായത് ദേവന്റെ ദാസിമാരായിട്ട് ഉണ്ടായിരുന്ന ലൈക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ ദേവന്റെ ദാസിമാരായിട്ട് ക്ഷേത്രത്തിലേക്ക് നേർച്ച ചെയ്യുന്നതിനെയാണ് ദേവദാസി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സമൂഹത്തിൽ ഒരുപാട് വലിയ സ്ഥാനം അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ദേവദാസി സിസ്റ്റം എന്ന് പറയുന്നത് വേശ്യാവൃത്തിയായിട്ട് മാറിയിട്ടുണ്ട്. അത്രത്തോളം അധപതിച്ചു പോയി. ഓക്കെ, അപ്പൊ അത്രത്തോളം അധപതിച്ച് ആ രൂപത്തിലേക്ക് സൊസൈറ്റി മാറി. ഇത് സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് മതത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഹിന്ദുയിസത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ റീഫോമിന് വേണ്ടിയിട്ട് ആളുകൾ മുന്നോട്ടേക്ക് വന്നപ്പം ദേ സപ്പോർട്ടഡ് ദം. ഓക്കെ, അതായത് ഡിഫറെന്റ് ആയിട്ട് ആളുകൾ ദേ സപ്പോർട്ടഡ് എഴുത്തച്ഛൻ, ദേ സപ്പോർട്ടഡ് ലൈക്ക് പൂന്താനം. അതുകൊണ്ടൊക്കെയാണ് പൂന്താനത്തിന്റെ കൃതികൾ എന്ത് ചെയ്തത്? ജനങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലേക്ക് വന്നത്. ഇറ്റ് ആക്ച്വലി പ്രൊവൈഡഡ് എ ലൈറ്റ് ഇൻ ദെയർ ഹാർട്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് കിട്ടി. അപ്പൊ അത്തരത്തിലുള്ള സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു അധപതനം അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ദാറ്റ് ആൾസോ ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് ഓർ ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭക്തി മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ഭക്തി മൂവ്മെന്റ്, വാട്ട് ഈസ് ഭക്തി. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും എന്താണ് ഭക്തി? എന്താണ് ഭക്തി? ഓക്കെ, പ്രൈസിങ് ഗോഡ് ഇസ് ദെയർ, പ്രൈസിങ് ഗോഡ് ഇസ് ദെയർ. ഓക്കെ, എനിത്തിങ് എൽസ്? ഫോളോയിങ് റിച്വൽസ്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ദിസ് എൻറ്റയർ ഭക്തി മൂവ്മെന്റ് ഇസ് എഗെയിൻസ്റ്റ് ദ റിച്വൽസ്. ഈ റിച്വൽസ് ഇവിടെ നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ ഈ റിച്വൽസ് ഉണ്ടായി, ബ്രാഹ്മണിക്കൽ ഈ ഒരു സുപ്പീരിയോറിറ്റി വന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സത്യത്തിൽ ഭക്തി മൂവ്മെന്റ് വരുന്നത്. ഡെഫിനറ്റ്ലി പ്രൈസിങ് ഓഫ് ദ ഗോഡ് ഇസ് ദിയർ വിച്ച് ഇസ് പാർട്ട് ഓഫ് ദി വേർഷിപ്പ്. ഓക്കെ, അത് ഡിഫറെന്റ്, ഓരോ റിലീജിയനിലും ഡിഫറെന്റ് രൂപത്തിൽ അത് നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ലൈക്ക് തേവാരമായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ലൈക്ക് ഇപ്പം ഈവൻ ലൈക്ക് ഇസ്ലാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദി ഫോം ഓഫ് ലൈക്ക് പ്രേയേഴ്സ്. ഓക്കെ, സോ പ്രേയേഴ്സ് ഇസ് പാർട്ട് ഓഫ് എവ്രി റിലീജിയൻ. എല്ലാ മതത്തിലും പ്രേയേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഈവൻ സുപ്രീം കോടതി പോലും അതിനെ ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ദ റിലീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതില്ലാതെ ലൈക്ക് റിലീജിയൻ ഇസ് നോട്ട് ദിയർ. ഓക്കെ, അപ്പം ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ബട്ട് റിച്വൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ആൻ എസെൻഷ്യൽ പാർട്ട്. ഓക്കെ, അതൊരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ റിലീജിയൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഭക്തിയുടെ കേസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ സംതിങ് എൽസ്. നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹസ്ന, എനിത്തിങ് എൽസ്? ബിലീഫ് ഇൻ ഗോഡ്. യെസ്, ഓക്കെ, ദാറ്റ് ഈസ് ബിലീഫ് ഇൻ ഗോഡ്, അല്ലെങ്കിൽ ലൈക്ക് സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്, സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്. ഓക്കെ, അല്ലെങ്കിൽ കുറെ കൂടെ കൃത്യമായിട്ട് ഇതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സറണ്ടർ ടു ഗോഡ്.
ദൈവത്തിന് എന്ത് ചെയ്യുക, കീഴടങ്ങാം. വി ആർ സറണ്ടറിങ് ടു ദ ഗോഡ്. ഓക്കെ, സോ ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭക്തി മൂവ്മെന്റിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഒന്ന്, വി ഹാവ് ടു പ്രൈസ് ദ ഗോഡ് ആൻഡ് ദർ ഇസ് കംപ്ലീറ്റ് സറണ്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഷണൽ സറണ്ടർ. ഓക്കെ, ഈ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? സംതിങ് എൽസ്, ആകെ സംതിങ് എൽസ് ടു ആഡ്? എന്തെങ്കിലും ഐഡിയ മൈൻഡിലേക്ക് വരുന്നുണ്ടോ ഭക്തിയുടെ ഭാഗമായിട്ട്? ദെൻ ദർ ഷുഡ് ബി ലവ് ഫോർ ദ ഗോഡ്. ഓക്കെ, ലവ് ഫോർ ഗോഡ്. സോ ദൈവത്തിനോടുള്ള ഈ ഒരു ഇഷ്ടം, അതിനെ ഡിഫറെന്റ് ഫോമിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് രൂപത്തിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ബട്ട് ദർ ഷുഡ് ബി ലൈക്ക് പ്യുവർ ലവ് ഫോർ ഗോഡ്. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള ആ ഒരു ലവ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അതിലേക്ക് ഇപ്പൊ പൂന്താനത്തിന്റെ കൃതികളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണമോ മക്കളായി എന്നുള്ള രൂപത്തിലൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ണികൃഷ്ണനെ മകനായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് അത്രത്തോളം ദൈവത്തിനോടുള്ള ഒരു സ്നേഹം. ഓക്കെ, അതായത് നമ്മൾ പലപ്പോഴും ദൈവമായിട്ടുള്ളത് ആരാധന, ഒരു ഫിയർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിനോട് ഒരു സ്നേഹം എന്ന് പറയുന്ന സാധനം വളർത്തിയെടുക്കുന്നത് ഈ ഭക്തി സൂഫി മൂവ്മെന്റുകളാണ്. ഓക്കെ, ദൈവത്തിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് അതുവരെ ഉണ്ടായിരുന്നില്ല. അതുവരെ ദൈവത്തിനെ ഭയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഈ ഒരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ലൈക്ക് ഞാൻ പറയുന്നത് ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിൽ അല്ല കേട്ടോ, ഇറ്റ്സ് എ ഹിസ്റ്ററി ക്ലാസ്. അപ്പൊ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ മാത്രമായിരിക്കും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സയൻസ് പെർസ്പെക്റ്റീവിലായിരിക്കും കുറെ കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ സയൻസ് ആൻഡ് റിലീജിയൻ അവരിപ്പോഴും കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ദിയർ. അപ്പം ഈ ഒരു റിലീജിയന്റെ എമർജൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഫിയർ ഓഫ് ദ നേച്ചർ. മനുഷ്യന് തീനെ പേടിയായിരുന്നു, ഫയറിനെ പേടിയായിരുന്നു. ഓക്കെ, ഇടിമിന്നലിനെ പേടിയായിരുന്നു, മഴയെ പേടിയായിരുന്നു, വെള്ളപ്പൊക്കത്തിന്റെ പേടിയായിരുന്നു, കടലിനെ പേടിയായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഭയമുള്ള എല്ലാ വസ്തുക്കളെയും അവൻ ആരാധിക്കാൻ തുടങ്ങി. സോ ദിസ് ലൈക്ക് ആരാധന ഓർ ഡിവോഷൻ, ഇറ്റ് കെയിം ഫ്രം ദ ഫിയർ. ഇത് മാറിയിട്ട് പിന്നീട് അതൊരു ലവ് ആയിട്ട് മാറുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു മാറ്റം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. സോ ദർ ഹാപ്പൻ ദിസ് ലവ്. ഓക്കെ, അതൊരു ഭക്തി മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഫൈനലി ദർ വർ ദിസ് മെഡിറ്റേഷൻ. സോ ആൻഷ്യൻ ടൈംസിന്റെ മെഡിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ലൈക്ക് വാൽമീകി ആയാലും അതുപോലെ ലൈക്ക് വ്യാസനായാലും ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓവർ ദ ടൈം വി ലോസ്റ്റ് ദാറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇസ് ആക്ച്വലി ലൈക്ക് ആൻ ഇന്ററാക്ഷൻ വിത്ത് ദ ഗോഡ്. ദൈവവുമായിട്ടുള്ള ഒരു സംവാദമാണ് മെഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സാധനം ഇടയ്ക്ക് നമുക്ക് നഷ്ടമായി. അപ്പൊ വീണ്ടും ഈ ഒരു സാധനം കൊണ്ടുവന്നു. ഓക്കെ, ത്രൂ ദിസ് ഭക്തി മൂവ്മെന്റ്. ഓക്കെ, ആൻ ഇന്ററാക്ഷൻ വിത്ത് ദ ഗോഡ്, ഡയറക്റ്റ് ഇന്ററാക്ഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ആരുണ്ടാവില്ല, ഈ ഒരു മിഡിൽ മാൻ ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ് ഐ ആം ഇന്ററാക്ടിങ് ഡയറക്ട്ലി വിത്ത് ഗോഡ്. ഓക്കെ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗോഡിനോട് നേരിട്ട് പറയുന്നു. അതിന്റെ ഒരു റിച്വലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരാളോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഫോർ ദാറ്റ് ഐ ആം മെഡിറ്റേറ്റിംഗ്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭക്തി മൂവ്മെന്റിലേക്ക് വരുന്നത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അബ്സല്യൂട്ട് ഡിവോഷൻ. ദൈവത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ട് ആയിട്ട് ഡിവോഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിനോടുള്ള സ്നേഹമാണ്, ദൈവത്തിനോടുള്ള ലൈക്ക് പ്രൈസിങ് ദ ഗോഡ്. ഓക്കെ, പ്രേയേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇന്ററാക്ഷൻ വിത്ത് ദ ഗോഡ് ഫോർ ദാറ്റ് മെഡിറ്റേഷൻ. അപ്പം ഈ രൂപത്തിലേക്ക് നമ്മുടെ സൊസൈറ്റിനെ അല്ലെങ്കിൽ മതത്തിനെ മാറ്റിയതാണ് ഭക്തി മൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഭക്തി മൂവ്മെന്റിന്റെ എമർജൻസിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്തി മൂവ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? സാർ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. സാർ, ഞാൻ മുമ്പ് വായിച്ചപ്പോ ഈ വൈശ്യാസ് അവരുടെ ഉയർച്ച ഈ ബുദ്ധിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പോ ഇതിനകത്ത് ഭക്തി മൂവ്മെന്റിൽ വരുമ്പോഴും വൈശ്യാസിന്റെ ഉയർച്ച അതിന് ഭക്തി മൂവ്മെന്റിന് ഗുണം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് രണ്ടും അതെങ്ങനെയാ സംഭവിക്കുന്നത്? അതാണ് ഞാൻ ഇനീഷ്യലി ഞാൻ ആ ഒരു കാര്യം അവിടെ പറയാനുള്ള കാരണം അതായിരുന്നു. ഈ ഒരു സൈക്കിൾ ഞാൻ വരയ്ക്കാണ്ടായിരുന്നത്. ബുദ്ധിസത്തിന്റെ എമർജൻസ്, ബുദ്ധിസം ഡിക്ലൈൻ ആയി. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് നടക്കുകയാണ്. ഈ സമയത്ത് BC കാലഘട്ടത്തില് അന്നും വൈശ്യാസ് ഉണ്ട്. ഓക്കെ, അന്നത്തെ കാലഘട്ടത്തിൽ വൈശ്യാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബുദ്ധിസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ബുദ്ധിസം പിന്നീട് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. ഈ പറഞ്ഞ എല്ലാ അനാചാരങ്ങളും അതുപോലെ തന്നെ ലൈക്ക് വിശ്വാസങ്ങളൊക്കെ ബുദ്ധിസത്തിലേക്ക് വന്നു. ബുദ്ധ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഗോഡാണ് എന്നുള്ളത്.
അവിടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു അഹിംസയോട് കൂടിയിട്ട് അങ്ങനെ പോകാനാണ് ബുദ്ധിസം പറഞ്ഞുകൊണ്ടിരുന്നത്. ബുദ്ധിസം ചൈനീസ് ഒക്കെ. ബട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? ഇതിനെ ദുഷിപ്പിച്ചു. ഓരോ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ദുഷിപ്പിച്ചിട്ടു. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ബുദ്ധിസം ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു റിവൈവലിസം വരുന്ന സമയത്ത് ഇവിടെ ഇനി ബുദ്ധിസം ഇല്ല. ഓക്കെ, ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിസം ഇല്ല. പകരം വരുന്നത് എന്താണ്? ഭക്തി മൂവ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവൈവലിസം തന്നെ, ബട്ട് ഹിന്ദുയിസം ഇൻ ന്യൂ ഫോം. ഹിന്ദുയിസം ഇൻ ന്യൂ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതല്ല, അല്ലെങ്കിൽ ഈ എക്സിസ്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റവും അതുപോലെ റിച്വൽസും ബ്രാഹ്മണിക്കൽ സുപ്രീമസിയും എക്സ്പ്ലോയിറ്റേഷനും ഇതൊന്നും ചേർന്നതല്ല ഹിന്ദുയിസം. പകരം അവിടെ എന്ത് വേണം? സോഷ്യൽ ഇക്വാലിറ്റി വേണം. ഓക്കെ, സോഷ്യൽ ഇക്വാലിറ്റി വേണം. ദർ ഷുഡ് ബി ജസ്റ്റിസ്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഭക്തി മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, ഈ ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും ഈ ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പുതിയ പല ട്രഡീഷൻസും എമേർജ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് നാദപന്തി. ഓക്കെ, നാദപന്തീസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ലൈക്ക് സിദ്ധാസ് വരുന്നുണ്ട്, യോഗീസ് വരുന്നുണ്ട്, ആൾവാർസ് വരുന്നുണ്ട്, നായനാർസ് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ എമേർജ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവരുടെയൊക്കെ ബേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹിന്ദു റിലീജിയൻ ഇറ്റ്സെൽഫ്. But similar to the Buddhism, these new groups emerged with a different ideology, which rooted in social equality and justice. എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ, ആൻഡ് ദർ ഷുഡ് ബി ജസ്റ്റിസ്. ഓക്കെ, ഈ ജസ്റ്റിസ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു ബ്രാഹ്മണനും അതുപോലെ തന്നെ ഒരു ശൂദ്രനും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്കുള്ള ഓരോ ഗ്രൂപ്പിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഒരു ശൂദ്രനും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ബ്രാഹ്മണൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ശിക്ഷാവിധി അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രാസില്, ആ ത്രാസിൽ ഒരു സ്ഥലത്ത് ബ്രാഹ്മണനെ ഇരുത്തും, മറ്റേ ത്രാസില് ഇയാൾ ചെയ്ത കുറ്റം എന്താണോ അത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ അന്ന് മറ്റേ ആ ഇതുണ്ടായല്ലോ, നമ്മൾ ഈ കല്ലുകൊണ്ട് എഴുതുന്ന സാധനം എന്തായിരുന്നു, എഴുത്തോല. ഓക്കെ, സോ അവർ എഴുത്തോലയിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെക്കും. അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇയാൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഇയാൾ ചെയ്ത ഈ ഒരു ക്രൈം അത് വലിയ ക്രൈമാണ് എന്നുണ്ടെങ്കിൽ ഇതിന് തൂക്കം കൂടുതലായിരിക്കും, ഇയാൾ പൊങ്ങി നിൽക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമേ ഇയാൾക്ക് ശിക്ഷ ഉണ്ടാവുള്ളൂ. ഇത് ശിക്ഷ തെളിയിക്കാനുള്ള രീതിയാണ് കേട്ടോ. അപ്പം ഇയാൾ എഴുതിയിട്ടുള്ള കുറ്റം ഈ ഒരു ത്രാസിൽ വെക്കും, ഇയാളെ മറ്റേ ത്രാസിൽ ഇരുത്തും. അപ്പം ഇതിന് ഭാരം കൂടുതലാണെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയായിരുന്നു അന്ന് തെറ്റ് തെളിയിച്ചിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും ശിക്ഷിക്കപ്പെടില്ല. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ശൂദ്ര അയാൾ എങ്ങനെ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് അയാൾ എങ്ങനെ തെറ്റ് ചെയ്തു എന്നത് തെളിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച എണ്ണ. ഓക്കെ, ഈ തിളച്ച എണ്ണയിൽ അയാൾ കൈമുക്കി. ഓക്കെ, അയാൾ കൈമുക്കിയിട്ട് അയാൾക്ക് പൊള്ളിയിട്ടില്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല. ഓക്കെ, യു ക്യാൻ സീ ദ ഡബിൾ സ്റ്റാൻഡ് എക്സിസ്റ്റിംഗ് ഹിയർ. അപ്പൊ രണ്ടുപേർക്കും രണ്ട് ജസ്റ്റിസ്, രണ്ട് നീതിയായിരുന്നു. അതുകൊണ്ടാണ് ദിസ് ഭക്തി മൂവ്മെന്റ് എംഫസൈസ്ഡ് ഓൺ ദ സോഷ്യൽ ജസ്റ്റിസ്. എല്ലാവർക്കും ബാധകമാണ്, അല്ലാതെ ചില ആളുകൾക്ക് മാത്രമായിട്ടല്ല റിലീജിയൻ, അല്ലെങ്കിൽ റിലീജിയനിൽ ചില ആളുകൾക്ക് മാത്രമായിട്ട് എന്തില്ല, പ്രത്യേകതയില്ല. ബ്രാഹ്മണനായാലും ശൂദ്രനായാലും വൈശ്യനായാലും ക്ഷത്രിയനായാലും എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. ഓക്കെ, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഓക്കെ, ആ ഇക്വാലിറ്റി വന്നാൽ തന്നെ അവിടെ എന്ത് ചെയ്തു? ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വരില്ല. ദർ വിൽ കം ജസ്റ്റിസ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവര് അഡ്വക്കേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ഈ കാലഘട്ടത്തിൽ എത്തിയ സമയത്ത് ഭക്തി മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. വൈശ്യാസ് ഇവിടെയുണ്ട്. ഈവൻ 2025 ആകുമ്പോൾ ഇവിടെയും വൈശ്യാസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കാസ്റ്റ് സിസ്റ്റം ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. സിൻസ് ഇറ്റ്സ് എമർജൻസ് ടിൽ നൗ ഇറ്റ് എക്സിസ്റ്റ്. ഇതിന്റെ ഇടയ്ക്ക് ബാക്കി പല കാര്യങ്ങളും വന്നു പോയിട്ടുണ്ടായിരിക്കും, ബട്ട് കാസ്റ്റ് സിസ്റ്റം സ്റ്റിൽ എക്സിസ്റ്റ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, സോ ഓരോ കാലത്തും ദർ ഹാപ്പൻഡ് എ വാക്സിങ് ആൻഡ് വെയിനിങ്. നൗ ഇപ്പം നമുക്കുള്ളത് ഭക്തി മൂവ്മെന്റുകൾ മാത്രമാണ്. ലൈക്ക് സൂഫി മൂവ്മെന്റ് ഉണ്ട്, ബട്ട് എനിവേ നമ്മൾ അതിന്റെ ഒരു വൺ സൈഡ് മാത്രമാണ് ഇപ്പൊ എടുക്കുന്നത്. അങ്ങനെ ഭക്തി മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്തു? മെഡിറ്റേഷൻ, അതുപോലെ ലവ്, ഈ രൂപത്തില് ത്രൂ എ ന്യൂ ഫോം ഓഫ് ഇന്ററാക്ഷൻ വിത്ത് ദ ഗോഡ് ജനങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭക്തി മൂവ്മെന്റ് ശ്രമിച്ചു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ ഫീച്ചേഴ്സ്. ഇത്തരത്തില് ഭക്തി മൂവ്മെന്റ്സ് കൊണ്ടുവന്ന സമയത്ത് അതിന്റെ പ്രൊപ്പോണൻസ് ആയിട്ട് വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഭക്തി മൂവ്മെന്റിന് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകൾ കൊടുക്കാൻ പറ്റും.
സോ ഇനീഷ്യലി 7th സെഞ്ചുറി മുതൽ ഒരു 11th സെഞ്ചുറി വരെ വരുന്ന ഒരു ഫേസ് ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദി ആദി ശങ്കരാചാര്യ. ഓക്കെ, ആദി ശങ്കരാചാര്യർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഫേസ് മുതൽ ഒരു 11th സെഞ്ചുറി വരെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നീട് 11th സെഞ്ചുറി മുതൽ 13th സെഞ്ചുറി വരെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ 13th സെഞ്ചുറി മുതൽ 17th സെഞ്ചുറി വരെ അഗെയിൻ ദർ ഇസ് ഭക്തി മൂവ്മെന്റ്. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിക്ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ഡിസ്കണക്ഷന് കാരണം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഭക്തി മൂവ്മെന്റിന് ഇവിടെ ഒരു ഡിസ്കണക്ഷൻ വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താണ്? എനി ഐഡിയ വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ ദി 11th ആൻഡ് ദ 13th സെഞ്ചുറി? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. യു ഹാവ് ടു കണക്ട് വാട്ട് വാസ് ദ മേജർ ഈവന്റ് ദാറ്റ് ഹാപ്പൻ ബിറ്റ്വീൻ 11th ആൻഡ് 13th സെഞ്ചുറി. ഇന്ത്യനെ മൊത്തം കൺസിഡർ ചെയ്യണം, കേരളത്തിന് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കരുത് ആൻസർ. വാട്ട്സ് ഇറ്റ്? സുമയ്യ, ഹസ്ന, അനഘ. റൂളേഴ്സ് അങ്ങനെ എന്തെങ്കിലും? യെസ്, എക്സാക്ട്ലി. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ 1206 എന്ത് വരുന്നത്, ഡൽഹി സുൽത്താനേറ്റ്സ് ഒക്കെ വരുന്നത്. സോ മോർ സ്പെസിഫിക്കലി അറൈവൽ ഓഫ് ദ ഇസ്ലാം ഇൻ ദി നോർത്ത് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 11th to 13th സെഞ്ചുറിയിൽ വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇസ്ലാം, ന്യൂ ഭക്തി മൂവ്മെന്റ് ഇസ് അഗെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ 13th സെഞ്ചുറി ഓൺവേർഡ്സ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇസ്ലാം. ഓക്കെ, അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇവിടെ മേജർ ആയിട്ട് റിവൈവലിസം ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് 7th to 11th സെഞ്ചുറി. ബട്ട് 13th to 17th സെഞ്ചുറിയിലേക്ക് നോക്കുന്ന സമയത്ത് ദർ വർ ഡോമിനന്റ്ലി റീഫോം മൂവ്മെന്റ്സ് ആയിരുന്നു. ഓക്കെ, ഇവിടെ റിവൈവലിസം ആയിരുന്നു ആസ് പാർട്ട് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ ഫ്രം 13th to 17th സെഞ്ചുറി ഇറ്റ് വാസ് ദ റീഫോം മൂവ്മെന്റ്സ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ ഒരുപാട് ആളുകൾ നമ്മൾ പഠിക്കും. ഓക്കെ, കബീർദാസ്, സൂർദാസ്, മീരാബായി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ പഠിക്കും. അപ്പം അവരൊക്കെ കുറെ കൂടെ കൊണ്ടുവരുന്നത് റീഫോംസ് ആണ്. ഓക്കെ, ലൈക്ക് ഹിന്ദു റിലീജിയൻ ഉണ്ടായിരുന്ന ഒരുപാട് അനാചാരങ്ങളെ ചോദ്യം ചെയ്യാനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തിരുന്നത് കാസ്റ്റ് സിസ്റ്റത്തിന് തന്നെയായിരുന്നു. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തിനെ തന്നെ ചോദ്യം ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു റിവൈവലിസ്റ്റ് സമയത്ത് ആ ഒരു കാസ്റ്റിനെ കുറിച്ചിട്ടൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പകരം ഭക്തി എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. കാസ്റ്റ് സിസ്റ്റം അവിടെ ഉണ്ട്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ബട്ട് ഇക്വാലിറ്റി ഈസ് ദിയർ. ഓക്കെ, ഡിഫറെന്റ് കാസ്റ്റ് സിസ്റ്റം ഇസ് ദിയർ ബട്ട് ഇക്വാലിറ്റി ഇസ് ദിയർ. എല്ലാ കാസ്റ്റും തമ്മിൽ ഇക്വാലിറ്റി എന്നുള്ള രൂപത്തിലായിരുന്നു. ബട്ട് ഇവിടെ എത്തിയ സമയത്ത് ഈ എൻ്റയർ കാസ്റ്റ് സിസ്റ്റത്തിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രൂപത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഡിഫറൻസ് ഇസ് ദിയർ. അപ്പൊ ഇതിലെ ഈ ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് ഇറ്റ് എമർജ്ഡ് ഫ്രം ദ സൗത്ത് ഇന്ത്യ. ഓക്കെ, ഈ ഒരു ഭക്തി മൂവ്മെന്റിന്റെ പീരീഡ് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, സ്റ്റാർട്ടിംഗ് ഫ്രം ദി ആദി ശങ്കരാചാര്യ. ദെൻ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇസ്ലാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ കാരണം ഇപ്പൊ ഞാൻ ഈ സാധനമൊക്കെ പറയുന്ന സമയത്ത് ഈച്ച് ഓഫ് ദിസ് കണ്ടന്റ് ഇസ് ലൈക്ക് എന്താ പറയാ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും. പലരും പഠിച്ചു വെച്ച കാര്യം ഉണ്ടായിരിക്കും, അതിന്ന് ചിലപ്പം ചില ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പൊ ലൈക്ക് നമ്മൾ പഠിക്കുന്നത് പുതിയ എന്തോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഐ വിൽ ജസ്റ്റ് ഷോ യു വൺ തിങ്. ഓക്കെ, ദിസ് ഈസ് വൺ തിങ് യു ഹാവ് ടു നോട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം, ഇപ്പം വിഷൻ IAS നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹാവ് യു ഹേർഡ് അബൌട്ട് വിഷൻ IAS? ഡെഫിനറ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവിടെ ഈ പറയുന്ന സബ്ജക്റ്റുകൾ ഇപ്പൊ ലൈക്ക് എത്തിക്സ് ഒക്കെ എടുക്കുന്ന ഒരു ഫാക്കൽറ്റി, എത്തിക്സ് എക്സേ ഒക്കെ എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് സ്മൃതിഷ മാം എന്ന് പറയുന്നത്. ഓക്കെ, സ്മൃതിഷ മാം എന്ന് പറയുന്നത്. അപ്പം മാമിന്റെ ഒരു ക്ലാസ്സിൽ മാം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അതായത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇസ്ലാം ഫ്രം 13th സെഞ്ചുറി ഓൺവേർഡ്സ് എന്ത് ചെയ്യുന്നത്, ഹിന്ദു റിലീജിയനിലും റീഫോംസ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലൈക്ക് ആള് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ 7th സെഞ്ചുറിയിൽ ആദി ശങ്കരാചാര്യരുടെ കേസും പറയുന്നുണ്ട്. ഓക്കെ, 13th സെഞ്ചുറി ഓൺവേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. ബട്ട് ദാറ്റ് ഈസ് ഇന്റർപ്രറ്റഡ് ഇൻ എ വെരി ഡിഫറെന്റ് വേ. ഓക്കെ, and you can see like this kinds of different news is spread out. അതായത് it is like ഒരു ആന്റി ഹിന്ദു പ്രൊപ്പഗൻഡ ആണ് എന്നുള്ള രൂപത്തിലേക്ക് there were a attack against the വിഷൻ IAS as well as like the സ്മൃതിഷ മാം. ഓക്കെ, അതിനുശേഷമായിരുന്നു വിഷൻ എന്ത് ചെയ്യുന്നത്, അവരുടെ പല വീഡിയോസിന്റെയും കമന്റ്സ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ടാവും. യു ക്യാൻ ജസ്റ്റ് ചെക്ക്, എസ്പെഷ്യലി 2022 ഈ ഒരു സമയത്തിന് ശേഷം അവരുടെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കമന്റ് സെഷൻസ് ഓഫ് ആയിരിക്കും. ഓക്കെ, അതിന് കാരണം there happened. അപ്പം ഹിസ്റ്ററി കാര്യം മനസ്സിലാക്കുക. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെന്റ് ആയിട്ടുള്ള റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഹിസ്റ്ററിയിലെ ഡിഫറെന്റ് കൺസെപ്റ്റുകൾ, ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഉണ്ട്.
അപ്പോൾ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ്സിനനുസരിച്ചിട്ട് ഡിഫറെന്റ് രൂപത്തിൽ ലൈക്ക് ഹിസ്റ്ററിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് റീസെന്റ് മഹാത്മാഗാന്ധിനെ വി ഓൾ കൺസിഡർഡ് ആസ് എ ഗ്രേറ്റ് ഫിഗർ. ബട്ട് ഇൻ റീസെന്റ് ടൈംസ് ദർ ആർ ലൈക്ക് അതർ റീഡിങ്സ് ഓഫ് ദ മഹാത്മാ ഗാന്ധി. ഓക്കെ, അത് നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ ലൈക്ക് ഈവൻ പല ആർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് റീസർഫേസ് ചെയ്ത് വരുന്നത് യു ക്യാൻ സി വാട്ട് വാസ് ദി അതർ സൈഡ് ഓഫ് ദി ഗാന്ധി എന്നുള്ള രൂപത്തിലേക്ക് യു ക്യാൻ സി ദാറ്റ് തിങ് ഓൾസോ. ഓക്കെ, അപ്പം ഇതൊക്കെ ഹിസ്റ്ററിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. യു ക്യാൻ ലിസൺ ടു ഡിഫറെന്റ് തിങ്സ്, ആക്സെപ്റ്റ് what you feel good. Okay, it's all up to you. There is no one else to forcing upon you. So from my side, I will be providing you the informations only. Okay, what is the information? I will be just providing it. Opinion you can form. I'm not at all influencing you or like dictating the opinion upon you. Okay, I hope that is clear to you. കാരണം ചെറിയ പല കാര്യങ്ങൾ പോലും ഇറ്റ് വിൽ ലീഡ് ടു സം കോൺട്രവേഴ്സീസ്. അപ്പൊ ലൈക്ക് ഡെഫിനറ്റ്ലി എന്റെ നോളജിനും പരിമിതി ഉണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് മറ്റാരെ എനിക്ക് പറഞ്ഞു തന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെ ഞാൻ വായിച്ചതായിരിക്കും. അതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സോ whenever I am teaching you, consider that my knowledge is also having the limitation, but at the same time I try to be like as authentic as possible. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങൾ അതിന് കോൺട്രവേഴ്സി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ you can ask why this is. Okay, then I will check it and I will give you the reasoning. Okay, now let's get into the further discussion. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആദി ശങ്കരാചാര്യരെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ആദി ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു 3 കൃതികൾ യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, ആദി ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു 3 കൃതികൾ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ജസ്റ്റ് സെക്കൻഡ്.